ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഈദ് ഡേ ഇൻ മൈ ലൈഫ് ഇല്ലെങ്കിൽ ഈദ് ഡേ വ്ളോഗ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ സാധാരണ ഒരു ദിവസം പോലെ തന്നെയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹവും നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചെറിയ ഇഫ്താർ സെറ്റപ്പ് പോലെ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറ സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു ചെറിയ ഇഫ്താർ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈദ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പൊതുവേ അങ്ങനെ ഈദിനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യലില്ല. ജസ്റ്റ് ഗീ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് കഴിക്കുന്നതും അതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. പൊതുവേ എനിക്കിങ്ങനെ ഫെസ്റ്റിവൽസ് കാര്യങ്ങൾ അത് എന്തായിക്കോട്ടെ ഫെസ്റ്റിവൽസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇത് കഴിഞ്ഞ് പോയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാട്ടർമെലണൊക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒരു ജ്യൂസ് പോലെയൊക്കെ ആക്കില്ലേ, അതുപോലത്തെ ഒക്കെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൽവയും അതുപോലെ തന്നെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 പീസ് വാട്ടർമെലൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് പോലെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഡിന്നറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ നോമ്പ് തുറ ആ ഒരു ടൈമിൽ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ വെള്ളം കുടിച്ചാൽ തന്നെ ഒരു ഗ്ലാസ് ലൈം കുടിച്ചാൽ തന്നെ ഫുള്ളായതുപോലെയാണ്, പിന്നെ അത്താഴം കഴിക്കാനൊന്നും തോന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത പെരുന്നാൾ അടിപൊളിയായിട്ട് ഇതിനേക്കാളും അടിപൊളിയായിട്ട് ആക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഏച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു സർപ്രൈസ് പോലെ ഒരു ഡിസൈനർ റൂളർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഈദ് ഡേ പോയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളുടെ ഈദ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.